Hello everyone, welcome to my channel. ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. നമുക്കപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കണത്. ഞാൻ ഇതേപോലത്തെ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. ഇനി ഞാനൊരു 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, വറ്റൽമുളക്. ഞാനപ്പോൾ ഒരു 15 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് മതിയെങ്കിൽ കുറയ്ക്കാതെ. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കണേ. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അതൊന്നായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചേക്കണ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്നായി കഴിയുമ്പോഴേക്കും സൈഡിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് എണ്ണയിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതെല്ലാം നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടിയിലിരുന്ന് തന്നെ ചിക്കൻ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ചിക്കനും കൂടി വേണ്ടിയുള്ള ഉപ്പ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ. കുറച്ച് കളറിന് വേണ്ടി കേട്ടോ അത്. ഇനി ചട്ടിയിലിരുന്ന് തന്നെയാണ് ചിക്കൻ വേവേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/2 ഗ്ലാസ്. ഇനി അതൊന്ന് നല്ലോണം യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് പതിയെ തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അത് തുറന്ന് തന്നെ ഇരുന്നോട്ടെ. ഒരു 10 മിനിറ്റും കൂടി അടുപ്പത്തിരുന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴാട്ടോ ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.